ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും രേവതിയും എല്ലാവരും എല്ലായിടത്തും കറങ്ങി കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. വരുമ്പോൾ തന്നെ രോഹിത്ത് കാറ് നിർത്തി നോക്കുമ്പോൾ എല്ലാവരും ഉറക്കം. തൊട്ടടുത്തിരുന്ന് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കയറിയിരുന്ന രേവതി കുട്ടിയും നല്ല ഉറക്കാട്ടോ. അങ്ങനെ കാറ് നിർത്തി ആദ്യം രോഹിത് തന്നെയാണ് ഇറങ്ങുന്നത്. പെട്ടെന്ന് നമ്മുടെ അലീനയും ഉണരാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചുണർത്താണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുക, എടി രേവതി, നീ ഈ ഫ്രണ്ടിൽ കയറി ഇരുന്ന് എന്തിനാണ് ചാടി പിടിച്ചും കൊണ്ട്? വഴി പറഞ്ഞു കൊടുക്കാനല്ലേ? എന്നിട്ട് നീ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങിയില്ലേ? ചേച്ചി, ഞാൻ ദേ ഇവിടെ എത്താറായപ്പോൾ ഒന്നും കണ്ണടഞ്ഞു പോയതാ, ഉറങ്ങിയിട്ടൊന്നുമില്ല. മനസ്സിലായി. വന്നേ, നമുക്ക് മേളിൽ കയറി പോവാം. രോഹിത്തേ, നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ പോയി കിടക്കുവാണോ ക്ഷീണം കൊണ്ട്? അതോ കാപ്പിയൊക്കെ കുടിച്ചിട്ടേ കിടക്കുന്നുള്ളൂ? കാപ്പി കുടിച്ചിട്ട് കിടക്കാൻ ചേച്ചി എല്ലാവരും കോഫി എടുക്കുക എന്നും പറയാട്ടോ. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി ചെല്ലാണ്. മാമച്ചനും ഗ്രേസമ്മയ്ക്കൊക്കെ ഇവർ തിരിച്ചു വരുമ്പം തന്നെ നല്ല സന്തോഷമായി കിട്ടോ. കാരണം ചിന്നുമോളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ആകാംക്ഷയോടെയാണ്. അപ്പോൾ എടുത്ത ഫോട്ടോയും വീഡിയോസും ഒക്കെ നമ്മുടെ രേവതിക്കുട്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്രേസമ്മ അവിടെ നിന്ന് പറയാം, ഓ, അവളെ അന്ന് നമ്മൾ കണ്ടതിനേക്കാളും ഒത്തിരി വലുതായതുപോലെ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ തന്നെ മാമച്ചൻ പറയാണ്, ആ അത് ശരി, പിന്നെ പിള്ളേരാകുമ്പം വലുതാവത്തില്ലേടി, പാവക്കുട്ടിയാണോ എന്നും അങ്ങനെ തന്നെ ഇരിക്കുമോ? പിന്നെ ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞാലേ കൊച്ചിലേ നല്ല കുഞ്ഞായിട്ടിരിക്കും, പിന്നെ പതിയെ പതിയെ വലുതായോ വലിയ ഇതായിട്ടാണ് വലിയ 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 പിള്ളേരാവുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പം തന്നെ അവിടെ ഇരുന്നും കൊണ്ട് നമ്മുടെ ബബിത പറയാം, അങ്കിള് പറഞ്ഞത് സത്യം തന്നെ കേട്ടോ, മതി മതി, കൂടുതൽ ചളി അടിക്കാതെ, ഇതാണോ വലിയ തമാശ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ കേട്ടോ. അങ്ങനെ പെട്ടെന്നാണ് ഗ്രേസമ്മ നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനെ, നമ്മുടെ കുഞ്ഞിനെ ചിന്നിക്കുട്ടീനെ ആരോ അഡോപ്റ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്തായി? അഡോപ്റ്റ് ചെയ്യാൻ വന്നവർക്ക് അവർ വേറൊരു ആൺകുട്ടി എന്തോ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡോപ്ഷനല്ല, സ്പോൺസർഷിപ്പായിരുന്നു. പിന്നെ നമ്മുടെ ചിന്നിക്കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴൊന്നും തീരുമാനം എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ ആർക്കും കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കഴക്കൂട്ടത്തെ അവിടെ അന്വേഷിക്കണം, അവർക്കാണ് ഇവളുടെ കൂടുതൽ ചുമതലയൊക്കെ ഉള്ളത്. അല്ലാതെ ഇവിടെ സ്നേഹനികേതത്തിനുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് നന്നായി. പിന്നെ നമ്മളോടും ആലോചിക്കണമല്ലോ. എന്തായാലും അവൾക്ക് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായോടി? സന്തോഷമായോന്നോ? ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നിങ്ങൾ പോരാഞ്ഞിട്ട് അവൾ കരഞ്ഞോ? ഏയ്, കാലുതായിട്ടൊന്നും. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഒക്കെ നല്ല പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. അവൾ കുറച്ചുകൂടി വലിയ കുട്ടി ആയില്ലേ. അതുമാത്രമല്ല, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഞങ്ങളെ യാത്ര അയച്ചത്. എന്തായാലും നല്ല മിടുക്കി കുട്ടിയാണ്, സുന്ദരി കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്നുമോളേനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാട്ടോ ചിന്നുമോളെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടപ്പാട്ട് അവിടെ കാണിക്കുക കേട്ടോ. അവിടെയാണെങ്കിൽ കടപ്പാട്ടല്ല, കൊല്ലപ്പള്ളിയിലാണല്ലോ ഇപ്പോൾ വൈജ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചായയോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ശിവനും നമ്മുടെ രഞ്ജിതയൊക്കെ വന്നിരിപ്പുണ്ട്. രഞ്ജിതയും മനുവും ഉണ്ട്. അപ്പോൾ തന്നെ ചായ എല്ലാം കൊണ്ട് വെക്കുകയാണ് കേട്ടോ നമ്മുടെ കമല. ആൻറ്റിക്ക് എന്തേ കൊടുക്കണ്ടേ? ആൻറ്റിയെ വിളിക്കണ്ടേ? ആദ്യം തന്നെ അച്ഛനെ വിളിക്കടിയെന്ന് പറയാണ്. മനുവേട്ടൻ എന്താ വിളിച്ച എന്ന് ചോദിക്കുമ്പോൾ മനു പറയാനുണ്ട്, നീ വിളിച്ചാൽ മതി അച്ഛനെ. എന്നാൽ ഞാൻ വിളിക്കാം അച്ഛാന്നും പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുക. എൻ്റെ ചെവി പൊട്ടിപ്പോയല്ലോടി. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, മനുവേട്ടനെ വിളിച്ചാൽ പോരായിരുന്നോ? അപ്പോൾ തന്നെ ശിവൻ വന്നിട്ട് പറയും, ഇത് ആരാടി ഇങ്ങനെ കിടന്ന് ഒച്ചത്തിൽ അച്ഛാന്ന് വിളിക്കുന്നത്? അപ്പോൾ രഞ്ജിത പറയാണ്, ഇവിടെ അച്ഛാന്ന് വിളിക്കാനായിട്ട് ഒരു സ്ത്രീ ശബ്ദം ഉള്ളത് ആരാ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛാ. മതി, അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഇത്തിരി തറതല്ല കൂടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കമല തുടങ്ങി. അപ്പോഴാണ് എല്ലാവർക്കും കോഫിയൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് രഞ്ജിത ചോദിക്കുന്നുണ്ട്, ആൻറ്റീനെ വിളിക്കണ്ടേന്ന്. അവൾക്ക് കൈയും കാലുമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ തന്നെ വന്ന് എടുത്ത് കുടിച്ചോളൂ എന്ന് പറയാം. ഇതും കേട്ടോണ്ടാണ് വൈജ വരുന്നത് കേട്ടോ. എന്താ കമലെടുത്തി പറയണത്? എന്നെക്കുറിച്ചാണല്ലോ. നിന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കോഫി തരണ്ടേ വിളിക്കണ്ടേ എന്നൊക്കെ അവൾ ചോദിച്ചു. നീ വന്ന് തന്നെ ഇട്ട് കുടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ശരി. പെട്ടെന്ന് നമ്മുടെ രഞ്ജിത പറയാം, വൈജയൻ്റി, ഇന്നലെ ബബിത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്. എന്തായി വിശേഷം? അവിടെ അവരില്ലല്ലോ. അവരില്ല, അവർ എറണാകുളത്താന്ന് പറഞ്ഞു. അവിടെ ബാലചന്ദ്രനും ഇല്ല. ഓരോരുത്തരും അവരെ ഇഷ്ടത്തിന്, നാഥനില്ല കളരി പോലെ ഇപ്പം ഇങ്ങനെ ആയി. അവരവരെ ഇഷ്ടത്തിന് ഓരോരുത്തർ നടന്നുകൊണ്ടിരിക്കുക. അല്ലാതെ എന്ത് പറയാൻ? ഞാനൊരു പ്രധാന വിഷയം അറിഞ്ഞു ആൻറ്റി, അത് പറയാനാണ് ഇപ്പോൾ വാ തുറന്നത്. എന്താടി? ഈ അലീന എന്ന് പറയണ ചേച്ചി ഇല്ലേ, ശരിക്കും പറഞ്ഞാലും ബാലചന്ദ്രൻ ഞങ്ങളുടെ മകളാണെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? ശരിക്കും മകളല്ലേ? അതാരാ നിൻ്റെ അടുത്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, ബബിത എന്നോട് പറഞ്ഞത്. അതെന്താ അങ്ങനെ? ഇത്രയും നാൾ മകളാണെന്ന് പറഞ്ഞാണല്ലോ കൊണ്ട് നടന്നത്. അതെ, മകളാണെന്ന് പറഞ്ഞ് തന്നെയാണ് കൊണ്ട് നടന്നത്. പക്ഷേ മകളല്ലാന്ന്
മകളെ പോലെ കണ്ടു. പിന്നെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു മകളാണെന്ന്. ബബിത കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ബബിതയോടും രോഹിതേട്ടനൊക്കെ അവർ സത്യം പറഞ്ഞു എന്ന് അലീന ചേച്ചി. ആ സത്യം ശരിയാണെന്നറിയാൻ വാളചന്ദ്രൻ്റെ അങ്കിളിനോട് ബബിത ചെന്ന് ചോദിച്ചപ്പോൾ ആണെന്നും പറഞ്ഞു എന്ന്. അത് ശരി, അപ്പം കള്ളി അവൾ എല്ലാവരും കൂടി ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ എന്നും പറഞ്ഞു വൈജ ഉറഞ്ഞു തുള്ളു. കണ്ടോ ശിവേട്ടാ, കണ്ടോ, മോളാണെന്നും പറഞ്ഞ് കൊണ്ട് നടന്നു. എന്തിനായിരുന്നു, ആരെ വിശ്വസിപ്പിക്കാനായിരുന്നു? അയ്യോ ആൻറ്റി, ഇപ്പോൾ അവർ പോവാന്ന്. കാര്യം എന്താ? ഇപ്പോൾ എന്തോ അവിടെ കഴിഞ്ഞു അങ്ങ് പോകണമെന്ന് പറയുന്നുണ്ട്. ആൻറ്റി അവിടെ ചെന്നാലല്ലേ അവർ ആൻറ്റി പോകണ്ടേ തിരിച്ച്, അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയണം. എടി ഇതൊക്കെ പച്ചക്കള്ളമാണ്, ഞാനിതൊന്നും വിശ്വസിക്കത്തില്ല. ദേ ശിവേട്ടാ, നിങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞിട്ടാണോ ഈ കാണിക്കുന്നത്? ഇപ്പം കണ്ടില്ലേ ബാലചന്ദ്രൻ എല്ലാവരും പറ്റിച്ച കണ്ടില്ലേ? നിങ്ങളോടെല്ലാം പറഞ്ഞ എന്താ, അലീന മകളാണെന്നല്ലേ? ഏതോ ഒരു ദുബായിലൂടെ ജോലി ചെയ്യുന്നപ്പോൾ ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നോ, അതിലുണ്ടായതാണെന്നോ, അനാഥാലയത്തിലായിരുന്നോ, എന്തൊക്കെ കള്ളക്കഥയാണ് പറഞ്ഞത് എന്ന് കമലയും കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മനു ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, അതുപോലെ തന്നെ ശിവനും മിണ്ടുന്നില്ല. വൈജയാണെങ്കിൽ അടങ്ങണില്ല. വൈജയാണെങ്കിൽ പറഞ്ഞ് തലയ്ക്ക് ഭ്രാന്തടിപ്പിക്കുക കേട്ടോ. എന്നാൽ ഇങ്ങനെ എന്തിനാ ഈ കള്ളത്തനം പറഞ്ഞത്? മകളാണെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കാനാണോ, എന്നിട്ട് കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശിവന് ദേഷ്യം വരിക. ദേ വൈജയ്, വാക്കുകൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം, മനസ്സിലായല്ലോ? അപ്പോൾ മനു പറയാ, ആൻറ്റി ഒന്ന് അടങ്ങ്. എന്തിനാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് അറിയണ്ടേ? എന്തിനാടി പറഞ്ഞ്? നീ എന്നെ പറ, നിന്നോടല്ലേ ബബിത എല്ലാം പറഞ്ഞത്. എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ അലീന ചേച്ചി തിരിച്ച് പോവാന്നാണ് പറയുന്നത്. ഇത്രയും നാളെ ഇവിടെ നിന്നപ്പോൾ എല്ലാവരും സംശയിച്ചു എന്ന്. ബാലചന്ദ്രൻ്റെ അങ്കളും അലീനയും എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് സംശയിച്ചു. ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മകളാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ പോവുമല്ലേ, പോകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ട് പോയത്. ഇപ്പം ആൻറ്റിക്ക് കാര്യം പിടിയിട്ടല്ലോ. അത് ശരി, അപ്പോൾ ഇത്രയും നാൾ അവൾക്ക് അങ്ങേരിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം ഊറ്റിയും വലിച്ചും എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവൾ പോകാൻ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വൈജ. വീണ്ടും ശിവന് ദേഷ്യം വരണം കേട്ടോ. അപ്പോൾ ശിവൻ പറയണം, വൈജേ കുറച്ച് നേരമായി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനി അലീനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞ് നിന്നെ ആടിക്കും ഞാനെന്ന് പറയാം. എന്താ ശിവേട്ടാ നിങ്ങൾക്ക് അവളെ പറയുമ്പോൾ ഇത്ര തട്ടല്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും ബാലചന്ദ്രൻ പറഞ്ഞു, എല്ലാവരും വിശ്വസിപ്പിച്ചു. എന്തിനായിരുന്നു ഈ കള്ളത്തരം? ഒന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ പോവേയില്ല, ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. മനു, നീയും കൂടെ ഉത്തരം പറയാനോടാ ഇതിനെ? നീയും എല്ലാം അറിഞ്ഞും കൊണ്ടാണോ, അതോ ഇപ്പോഴാണോ അറിയുന്നത്? അപ്പം ഇനിയിപ്പോൾ എന്തായാലും ബാലചന്ദ്രൻ വരട്ടെ, ചോദിക്കാം സത്യം എന്താണെന്ന് എന്ന് ഇവർ പറയാണ്. മനുവും പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങനെ കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്കിൾ ഇവിടെ ഇല്ലല്ലോ, അങ്കിൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം ഇതിലെ സത്യം എന്താവും എന്നും പറഞ്ഞുകൊണ്ട് മനു പുറത്തേക്ക് ഇറങ്ങാം. ഇതിനിടയ്ക്ക് നമ്മളെ ശിവൻ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ, നമ്മുടെ ഹരിയുടെ കാര്യത്തിന്. ആ സമയത്ത് കമല വന്ന് കുറേ വഴി കൊടുക്കുന്നുണ്ട്. ശിവേട്ടാ, നിങ്ങൾ ആൾ കൊള്ളാമല്ലോ, ഇതൊക്കെ നിങ്ങൾക്കും അറിയായിരുന്നല്ലേ? അവസാനം ശിവൻ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു അത് അയാളുടെ മകളല്ല എന്നുള്ള. അത് ശരി, എന്നിട്ടാണ് ഒളിപ്പിച്ച് വെച്ച് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. നിങ്ങളെല്ലാം കൊള്ളാം, നിങ്ങളും കൊള്ളാം, നിങ്ങളെ മോനും കൊള്ളാം. ആ മനുവിനും ഇതെല്ലാം അറിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ഞാനൊരു വഴിക്ക് പോവാം, വെറുതെ എനിക്ക് പ്രാന്തടിപ്പിക്കല്ലേ കമലയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ. മുറ്റത്ത് സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന നമ്മളെ മനുവിന് ഒരു കപ്പ് കോഫി ആയിട്ടാണ് രഞ്ജിത അങ്ങോട്ട് വരുന്നത്. അന്നേരം അച്ഛൻ എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി പോയിക്കുകയാണ്, ഹരിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം കേട്ടോ. ഹരിയേട്ടനെ ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടുമോ എന്നൊക്കെ രഞ്ജിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനോട് എന്നിട്ടും ചോദിക്കുകയാണ്, മനുവേട്ടന് ആഗ്രഹമില്ലേ ഹരിയേട്ടനെ പുറത്തു വരണമെന്ന്? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണോടി. ഇല്ലെങ്കിൽ അവൻ ഈ ഇതിൻ്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്നോ, ഇതിൻ്റെ ആ ഒരു ശിക്ഷയുടെ ആ ഒരു ഇവനിപ്പോൾ ഈ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കാര്യം എന്താണെന്നോ ഒന്നും ഇവന് അറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവന് ശിക്ഷ കിട്ടണം ആ ചെയ്ത തെറ്റിന്. പിന്നെ കൊച്ചിലെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോഴേ തട്ടി വിലക്കിയിരുന്നെങ്കിൽ അവനിങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇവിടെ എൻ്റെ അമ്മ തന്നെയാണ് അവനില്ലാതാക്കിയത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അലീനെക്കുറിച്ചും രഞ്ജിത ചോദിക്കുന്നുണ്ട്. അലീന എറണാകുളത്ത് പോയപ്പം മനുവേട്ടനോട് അറിയിച്ചില്ലല്ലേ, അതിൻ്റെ പരിഭവം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരും കേട്ടോ മനുവിന്. നോക്കുമ്പോൾ വെല്ലിച്ചനാണ്, ഗംഗാധരേട്ടൻ. എന്താ വലിച്ച വിശേഷം? എടാ അവിടെ എന്താ വിശേഷം? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ വലിച്ച? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ വീട്ടിൽ? ഉണ്ട്. എൻ്റെ അച്ഛൻ എന്തേ? അച്ഛൻ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കുക, ഹരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ. ഇപ്പോൾ വരുമായിരിക്കും, ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. സൈലൻറ്റിലായിരിക്കും, അതുകൊണ്ടാണ്. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് വരുവാ. ഇങ്ങോട്ടോ? ഞാൻ വരുവാ. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഏകദേശം ഞാൻ അവിടെ എത്തും കേട്ടോ. അത് പറയാൻ കൂടെയാണ് ഞാൻ വിളിച്ചത്. ശരി, എന്നാൽ വല്ലിച്ചൻ ഇങ്ങോട്ട് പോന്നോ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലിച്ചനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുക കേട്ടോ.
അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന വെല്ലിച്ചൻ വരണമെന്ന് പറയുമ്പോൾ, എടുപിടിന്ന് പെട്ടെന്ന് വെല്ലിച്ചൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ വെല്ലിച്ചൻ ഇങ്ങോട്ട് വരൂ, അതാണ് ഞാൻ ആലോചിക്കണേ എന്താ കാര്യമെന്ന് എന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്